ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മീനിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 4 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇമോഷനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. മിസ്സിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുരോഗതി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ 4 കപ്സ് അതെന്ന് പറയുന്നത് അവരിൽ ചുറ്റുമുള്ള കാര്യങ്ങളാണ്. അതിൽ ഇപ്പോൾ അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കാണ്. കാരണം നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ മനസ്സ് അവരിലില്ല, നിങ്ങളിലേക്കാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിൽ അവരൊത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് പോലും അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയേറെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ന വ്യക്തി റിച്ച് ഫ്യൂച്ചറാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ജീവിതം അത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് ദ മജീഷ്യനാണ്. അവരിലെ കഴിവുകളെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എനർജിയാണ്. നാച്ചുറൽ ബോൺ ലീഡറാണ്. അവർ ഒത്തിരി പേർക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. പക്ഷെ അവരെന്ന വ്യക്തി നിങ്ങളിലാണ് അടിമപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിലേക്കാണ് അവർ സ്വപ്നം കാണുന്നത്. ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അവര് ഈ റിലേഷൻഷിപ്പിൽ ഒരു മാജിക് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെന്ന വ്യക്തിയിലേക്കുള്ള മടങ്ങിവരവാണ്. നിങ്ങളുടെ സ്നേഹം അവർക്ക് പഴയതിനേക്കാളും കൂടുതൽ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാജിക് സംഭവിക്കാൻ പോവുകയാണെന്ന് നെക്സ്റ്റ് കാർഡ് പറയാണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളിലേക്ക് വരുന്ന ഒരു മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. നിങ്ങളെന്ന വ്യക്തിയിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് ഇനി അവർക്കില്ല. അവർ വളരെയേറെ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. മാനസികമായിട്ട് അത്രത്തോളം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് വാൻഡ്സ് കാർഡാണ്. 8 ഓഫ് വാൻഡ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ സക്സസിനെയാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാകുന്നു. സ്പീഡായിട്ട് ഇവിടെ ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്, ഒരു ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. അപ്കമിങ് പോസിറ്റീവ് ആണ് കാണിക്കുന്നത്, ഒരു ഡിസിഷനെയാണ് കാണിക്കുന്നത്. അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ? മെഡിറ്റേഷൻ ചെയ്യുന്നില്ലേ? മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലേ? അതിൻ്റെ ഫലം തന്നെയാണ് ഈ തിരിച്ചറിവ്. അവർ നിങ്ങളെ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഗുഡ് ന്യൂസിനെയാണ് പറയുന്നത്. ഡിസിഷൻ അവരെടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഡിസയർ ആണ് ഇവിടെ കാണിക്കുന്നത്. ആ ഡിസയർ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അവർ വരുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് ദ എംപറർ ആണ്. അവരുടെ ആ ഒരു കഴിവിനെയാണ്, അവരുടെ തീരുമാനത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഇവിടെ കാണിക്കുന്നത്. എംപറർ എന്ന് പറഞ്ഞാൽ അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ മാറ്റമില്ല. ഒരു അതോറിറ്റിയുള്ള പവറുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ കരിയറിലായിരിക്കണം അവരുടെ ആ ഒരു പവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു മാസ്കുലിൻ അല്ലെങ്കിൽ ആ ഒരു പവറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഡിലേ വന്നിട്ടുണ്ടാവാം, പക്ഷേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ മാറ്റമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനുള്ള ആക്ഷൻ അവരെടുത്തു കഴിഞ്ഞു. ടേക്കിംഗ് ആക്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രമോഷൻ തന്നെയാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് പ്രമോഷൻ വരിക അല്ലേ?
നിങ്ങൾക്കൊരു സ്ഥാനം അവർ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെന്ന വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഒരു സ്ഥാനം തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ചിന്തിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു പ്രമോഷൻ നൽകുകയാണ്. അവരുടെ ലൈഫിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നിങ്ങളെക്കുറിച്ച് അവർ കാണാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നവർ തിരിച്ചറിയുന്നു. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവർ നോക്കിക്കാണുന്നു. ഇമോഷണലായിട്ട് അവർ ചിന്തിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുന്നു. ഉറച്ച നിലപാട്, ഉറച്ച തീരുമാനം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് വാൻസ് കാർഡാണ്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ക്യൂൻ ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ ബോൾഡായിട്ട് കോൺഫിഡൻസോട് കൂടി തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവര് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. നല്ലൊരു മനസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവര് ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് അവരുടെ ലൈഫ് നോക്കിക്കാണുന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അവര് ലൈഫിനെ നോക്കിക്കാണുന്നത്. അവരുടെ പവറിനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കൂട്ടത്തെ ലീഡ് ചെയ്യാനുള്ള പവർ. അവര് ഒത്തിരി പേർക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണെന്ന് വീണ്ടും കാർഡിലൂടെ പറയുകയാണ്. അവരെന്ന വ്യക്തി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെന്റക്കിൾ ആണ്. അവരിലേക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു അബണ്ടൻ വരികയാണ്. ഫിനാൻഷ്യൽ ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. എന്നാൽ അവരാഗ്രഹിച്ച ഒരു പ്രോസ്പെരിറ്റി അവർക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സും അവർ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം, താൽക്കാലികമായിട്ടൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവാം. എങ്കിൽ കൂടിയും അവരിലേക്ക് വരുന്ന ഒരു അച്ചീവ്മെന്റ്, സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ കൂടി അർഹിക്കുന്നതാണ്. കാരണം അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് നിന്നിട്ടുള്ളത് നിങ്ങളാണ്. അതവർ മനസ്സിലാക്കുന്നുണ്ട്. എവിടേക്ക് ഓടിപ്പോയാലും, അവരുടെ ചിന്തകൾ മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം മാറിപ്പോയാലും അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് വരുന്ന മെറ്റീരിയൽ അബണ്ടൻ, പുരോഗതി, അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത്, അവരുടെ കരിയർ, ഇതിലെല്ലാവർക്കും സക്സസ് ആണ്. ആ സക്സസിനോടൊപ്പം അതെങ്ങനെ ലഭിച്ചു എന്ന് അവർ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മുഖമാണ് അവർക്ക് ഓർമ്മ വരുന്നത്. വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. നിങ്ങളെന്ന വ്യക്തി ഒരുപാട് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലും. അത് അവരിപ്പോൾ റിയലൈസ് ചെയ്യാണ്. അവരുടെ ലൈഫ് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് അത്രമാത്രം സ്നേഹമാണ് കാണിക്കുന്നത്. ലവിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. ഒരു ഫാമിലി കാർഡായിട്ട് ഇത് മെയിൻ ചെയ്യാം. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പോസിറ്റീവ് കാർഡായിട്ടും മെയിൻ ചെയ്യാം. നെക്സ്റ്റ് കാർഡ് സണ്ണാണ്. ഒന്നും പറയാനില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. സക്സസ്, സന്തോഷം ഒക്കെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൽ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് സാധിപ്പിച്ചു തരികയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് എഡ്യൂക്കേഷൻ, കരിയർ ഒക്കെ നോക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങിവരവും ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുമായിക്കോട്ടെ, അത് ഒത്തിരി ആഗ്രഹത്തോടു കൂടി എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എനിക്ക് സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് സക്സസ് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ പോകുന്ന ജീവിതയാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണ്ടേ? നെഗറ്റീവിനെ വേണ്ട എന്ന് തീരുമാനിക്കുക. ക്യാൻസൽ എന്ന് പറയുക. എന്നിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയും വേണ്ട, അതെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യാണ്. എന്നിൽ നിന്ന് വിട്ടുപോകട്ടെ. ഞാൻ പോസിറ്റീവിനെ മാത്രമാണ് അട്രാക്ട് ചെയ്യുന്നത്. അത് ഞാൻ സ്വീകരിക്കുകയാണ്. പോസിറ്റീവ് എന്നിലേക്ക് ആകർഷിക്കുകയാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യൂണിവേഴ്സ് അത് സാധിപ്പിച്ച് തന്നതിന് താങ്ക് യു എന്ന് പറയണം. നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ് തന്നെയാണ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. അവർ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്, നിങ്ങളെന്ന സോളിലേക്ക് തന്നെയാണ്. അവര് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നതിൽ അവർക്ക് അത്രമാത്രം വേദനയുണ്ട്. അപ്പോൾ നിങ്ങളുമൊത്തുള്ള സമയം അവരാഗ്രഹിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്കുള്ള മടങ്ങി വരവ് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എല്ലാവരും ഒരേ എനർജിയല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് സ്വീകരിക്കാം. പക്ഷേ
നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൺ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് സാധിക്കാൻ പോകുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ എന്ന് നമുക്ക് ഒറക്കിൾ കാർഡ്സിലൂടെ നോക്കാം. കുറേ പേരായി പറയുന്നു ക്ലൂ വേണം എന്നൊക്കെ. ഇപ്പോൾ ഞാൻ ഒറക്കിൾ കാർഡാണ് എടുക്കുന്നത്. അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 4 ഒറക്കിൾ കാർഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ കാർഡ് ദ റിവീൽ ആണ്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളോടൊരു സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് അതവർ പറയും. അതിനു വേണ്ടിയിട്ട് അവർ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സെക്കൻഡ് കാർഡ് തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. there were other things that got in the way of us being together എന്നാണ് പറയുന്നത്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അത് ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാൽ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതവർ തിരിച്ചറിഞ്ഞു. ആ നിമിഷമാണ് നിങ്ങളിലേക്ക് വരുവാനുള്ള പ്രചോദനവും അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്ന സത്യത്തെ അവർ മനസ്സിലാക്കുന്നു. തേർഡ് പാർട്ടി എന്ന ആ ഒരു കാര്യത്തെ അവർ അവോയ്ഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അവർ തുറന്നു പറയും. ഒരു സത്യത്തെയാണ് കാണിക്കുന്നത്, ട്രൂത്തിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു കാലയളവ് നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തന്നെയാണ് യൂണിവേഴ്സ് വരുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് സെബോട്ടേജ് എന്നാണ് പറയുന്നത്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ് എന്നാണ് പറയുന്നത്. അവർ മിസ് ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ, നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ, നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം, കരുതൽ, ഇതെല്ലാവർക്കും മിസ് ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയി എന്നവർ ചിന്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്, ആ ഒരു കാര്യത്തിലൊക്കെ അവർക്ക് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ഇൻസെപ്പറേറ്റബിൾ എന്നാണ് കാണിക്കുന്നത്. അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദി ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര ഡിസ്റ്റൻസിലായാലും നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി മൂലമാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. ആ വ്യക്തികൾ ആരാന്ന് അവർ പറയും. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ അവർ വേദനിക്കുന്നു. നിങ്ങളിലാണ് അവർ സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത്. ഫോർത്ത് കാർഡ് നിങ്ങളുടെ സ്നേഹം ഒരിക്കലും നശിച്ചു പോവില്ല എന്നാണ് പറയുന്നത്. എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും അത് അവിടെ തന്നെ നിലകൊള്ളുമെന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ വാക്കുകളാണ് ഇവിടെ ഓറക്കിൾ കാർഡിലൂടെ പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. എനിക്കും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നാണ്. ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇനി കൂടുതൽ വീഡിയോസുമായിട്ട്, നിങ്ങൾക്ക് അനുയോജ്യമായ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.